ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വേറൊന്നല്ല. ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇറ്റ്സ് ഇൻ തൃശ്ശൂർ. അപ്പോൾ നമ്മൾ തൃശ്ശൂരിലേക്ക് പോകാൻ പോണെയാണ്. സോ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് ഓർത്തു. സോ നമുക്ക് വീഡിയോയിലൊക്കെ പോയാലോ? വാ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഫുഡ് കഴിക്കാൻ പോയിച്ചു നോക്കിയപ്പോൾ ഒരു ബസ് പോണ്. നന്നായി വേഗം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബസ്സും പോയാനേ. അങ്ങനെ പിന്നെ വേഗം ചടപടേന്നായിരുന്നു. ഞങ്ങളുടെ പേരൊക്കെ വിളിച്ച് കയറ്റി ബാഗൊക്കെ ചെക്കൊക്കെ ചെയ്ത് അങ്ങനെ ബസ് വിടാൻ തുടങ്ങി. അങ്ങനെ ഒരു 6-7 ബസ് എന്തോ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. സോ അതൊക്കെ കഴിഞ്ഞ് ഒരു എടപ്പള്ളി ആയി കഴിഞ്ഞപ്പം നിർത്തിയിട്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഓരോ ബസ്സും 5 മിനിറ്റ് കൂടിയിട്ടാണ് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 2 കൂപ്പൺ തന്നായിരുന്നു. കളയരുതെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായി. ഒന്ന് ലഞ്ചിൻ്റെ ഡിന്നറിൻ്റെ ആയിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നിറയെ ബസ്സുകളും നിറയെ പിള്ളേരും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പയ്യെ ഞങ്ങൾ പ്രോഗ്രാം നടക്കണ ഹാളിലേക്ക് നടന്നു. അവിടെ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയായിരുന്നു. ലാസ്റ്റായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന പോലെ ഉണ്ട്. 2 ഗ്ലാസ് ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ച് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് ഞങ്ങൾക്ക് നല്ല നെയ്ച്ചോറും ചിക്കൻ കുറുമക്കറിയും ആയിരുന്നു. അതും കഴിച്ച് നേരെ വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ്നപ്പ് ആവാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഹോളിൽ കയറി ഇരുന്നപ്പോൾ നല്ല സമാധാനം ഉണ്ടായി. ഈ ചൂട് വെയിലത്ത് നിന്ന് തണുപ്പിലേക്ക് കയറുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ. ഒരു 2:30-3 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോസ്റ്റായിരുന്നു. അങ്ങനെ ആ സമയം കൊണ്ട് പിന്നെ പ്രോഗ്രാം പയ്യെ തുടങ്ങാം. അടിപൊളിയായിരുന്നു കേട്ടോ പ്രോഗ്രാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അങ്ങ് ഗംഭീരമായിരുന്നു പ്രോഗ്രാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഓരോരോ പ്രോഗ്രാം വെച്ചുണ്ടായി. ഡാൻസായിട്ടും ഫാഷൻ ഷോ ആയിട്ടും പാട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, പാട്ടൊക്കെ കേൾക്കാൻ എന്ത് രസമായിരുന്നു. ഒരു ചെക്കൻ ഗിറ്റാറും പാട്ടും കൂടി വായിച്ചിട്ട് അടിപൊളി സെറ്റ് പാട്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അത്. അതിന് പിന്നെ അതൊക്കെ കണ്ട് അവിടെ ഇരുന്നേച്ച് ഒരു 8 കണ്ണൂർ സീനത്ത് ഷാഫി ഇവരെല്ലാവരും വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അവരുടെ പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ കുറേ തുള്ളലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും മെയിനായിട്ട് കാത്തിരുന്ന ഫിജോ വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഫിജോ വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിച്ച് വയറൊക്കെ വീർപ്പിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ തുള്ളാൻ വേണ്ടി ആർക്കും പറ്റണുണ്ടായില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഓരോ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനും അവാർഡ് കൊടുത്തായിരുന്നു. അപ്പോൾ ആ പരിപാടി കുറച്ച് നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണാൻ ഫിജോനെ വെയിറ്റ് ചെയ്തിരിക്കണ ഒരു സീനാണേ. അങ്ങനെ ഫിജോ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും തുള്ളലും ഒച്ചപ്പാട് ബഹളം സെറ്റായിരുന്നു സംഭവം. കറക്റ്റ് 12:30 ആയപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. എല്ലാവരും പേര് വിളിച്ച്, എല്ലാവരും ഉണ്ടാകുന്നൊക്കെ നോക്കണമല്ലോ. അങ്ങനെ എല്ലാവരും പേരൊക്കെ വിളിച്ച് ബസ്സിലിരുത്തി. അങ്ങനെ ഞങ്ങൾ നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. കറക്റ്റ് ഒരു 1:45 ആയപ്പോൾ വേഗം എത്തി കേട്ടോ, പോയ പോലെ ആയിരുന്നില്ല. അപ്പോൾ ഗേൾസ് എല്ലാവരും അവിടെ തന്നെ സ്റ്റേ ആയിരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാ ഗേൾസിനെയും വിട്ടത്. ഞാൻ നേരത്തെ പോകുന്നായിരുന്നു, അവൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. പാരൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.